ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കാണ് ട്രേഡിങ് അല്ലേ. പക്ഷേ കൂടുതൽ പേർക്കും ഈ ട്രേഡിങ് എന്താണെന്നോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും വലുതായിട്ട് അറിവുണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ വീഡിയോ സീരീസിലെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, അതേപോലെ എന്താണ് ലോട്ട്, എന്താണ് പിപ്പ്, കൂടാതെ ഡിഫറെൻറ്റ് കറൻസി പെയേഴ്സ്, ഫോറക്സ് ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കറൻസി പെയേഴ്സ് ഏതൊക്കെയാണ്. ഈ 4 ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന എവിടുന്ന മാർക്കറ്റിൽ നിന്നല്ലേ. ഇതേപോലെ പല രാജ്യങ്ങളുടെയും കറൻസീസ് നമുക്ക് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനെ നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ട്രേഡിങ്ങിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഫോറക്സ് ട്രേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും 24 hours നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ കറൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 24/7 ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പറയാൻ പറ്റുന്ന വേറൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രേഡിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിടയിൽ ഒരു ബ്രോക്കർ സംവിധാനം ഉണ്ടായിരിക്കും. ഈ ബ്രോക്കർ മുഖേനയായിരിക്കും നമ്മുടെ ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത്. ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ കറൻസി പേയേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് കറൻസി ബേസ് കറൻസി എന്നും സെക്കൻഡ് കറൻസിയെ കോഡ് കറൻസി എന്നും പറയും. ഫോറക്സ് കറൻസി പേയേഴ്സിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ മേജർ, സെക്കൻഡ് വൺ മൈനർ ആൻഡ് തേർഡ് വൺ എക്സോട്ടിക്. ഈ കൂടുതൽ ആൾക്കാരും ട്രേഡ് ചെയ്യുന്നത് മേജർ കറൻസി പേയേഴ്സ് ആയിരിക്കും. ഇതിൽ ഒരു കറൻസി എന്ന് വെച്ചാൽ $, ആയിരിക്കും. മറ്റേ കറൻസി ഡെവലപ്ഡ് കൺട്രിയിലെ കറൻസി ആയിരിക്കും. മൈനർ കറൻസിയിൽ 2 ഡെവലപ്ഡ് കൺട്രീസിലെ കറൻസീസും എക്സോട്ടിക് കറൻസിയിൽ ഡെവലപ്പിംഗ് കൺട്രീസിലെ കറൻസീസും ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ലോട്ട് എന്താണെന്ന് നോക്കാം. നമ്മളൊരു സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു യൂണിറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഇതുപോലെ ഫോറക്സ് മാർക്കറ്റിലും ഈ കറൻസി ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റിനെയാണ് ലോട്ട് എന്ന് പറയുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ലോട്ടുകൾ സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട് ആൻഡ് നാനോ ലോട്ട്. 1 സ്റ്റാൻഡേർഡ് ലോട്ട് മീൻസ് 1 ലോട്ട്. ഇതിനകത്ത് 1,00,000 യൂണിറ്റ് ബേസ് കറൻസീസ് ഉണ്ടായിരിക്കും. 1 മിനി ലോട്ട് മീൻസ് 0.1 ലോട്ട്. ഇതിനകത്ത് 10,000 യൂണിറ്റ് ബേസ് കറൻസീസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് മൈക്രോ ലോട്ട്. 1 മൈക്രോ ലോട്ട് മീൻസ് 0.01 ലോട്ട്. ഇതിൽ 1000 യൂണിറ്റ് ബേസ് കറൻസീസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നാനോ ലോട്ട്. 1 നാനോ ലോട്ട് മീൻസ് 0.001 ലോട്ട്. ഇതിൽ 100 യൂണിറ്റ് ബേസ് കറൻസി ഉണ്ടായിരിക്കും. കൂടുതൽ ബ്രോക്കർ കമ്പനീസും മൈക്രോ ലോട്ട് വരെ നമ്മൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ സമ്മതിക്കത്തുള്ളൂ. നെക്സ്റ്റ് പിപ്പ്. കറൻസിയിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ വില വ്യത്യാസത്തെ നമ്മൾ പിപ്പ് എന്ന് പറയും. മീൻസ് ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് വാങ്ങിയ ഒരാൾക്ക് ഒരു പിപ്പ് മൂവ്മെൻറ്റ് കൂടുക എന്നുണ്ടെങ്കിൽ $10 ലാഭം ഉണ്ടാകും. ഇതുപോലെ കുറയുക എന്നുണ്ടെങ്കിൽ $10 നഷ്ടം ഉണ്ടാകും. മിനി ലോട്ടിൽ ഒരു പിപ്പ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ $1 ലാഭം അല്ലെങ്കിൽ നഷ്ടമായിരിക്കും. മൈക്രോ ലോട്ടിൽ ഒരു പിപ്പ് മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോൾ 10 സെൻറ്റിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. നാനോ ലോട്ടിൽ ഒരു പിപ്പ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ 1 സെൻറ്റിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകും. ഇത്രയൊക്കെയാണ് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.